ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരുപാട് നാളായി നമ്മളുടെ EV ചേതകിൻ്റെ പ്രൊജക്റ്റ് ഡെഡായി കിടക്കുകയാണെന്ന് അറിയാം. നിങ്ങൾ ക്ഷമിക്കുക. അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ കുറേ പേരുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കത് കണ്ടിന്യൂ ചെയ്യാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ കുറച്ച് ലീഗലി പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളിലുകൊണ്ട് അങ്ങനെ ഡെഡായി നിന്നതാണ്. എന്തായാലും നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എത്രത്തോളം സക്സസ് ആവുന്നോ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുന്നോ എന്നതൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഇന്നതിൻ്റെ അടുത്തൊരു പാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത്യാവശ്യം നമ്മളുടെ വണ്ടി റോട്ടിൽ ഇറക്കാൻ പാകത്തിനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ലീഗലായിട്ടല്ല, പക്ഷേ നമുക്ക് റോട്ടിൽ ഇറക്കാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയുടെ വെയിറ്റ് ഞാൻ റിഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഒരു 56 കിലോ റേഞ്ചാണുള്ളത്. 60 കിലോ ആണ് ബാറ്ററി ഇല്ലാതെ വണ്ടീൻ്റെ വെയിറ്റ് വരേണ്ടത്. അതിനെ റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 250 വാൾട്ടിൻ്റെ താഴെയുള്ള മോട്ടറായിരിക്കണം എന്നാണ്. അപ്പോൾ നിലവിൽ നമ്മളെ കയ്യിലുണ്ടായിരുന്ന മോട്ടർ എക്സ്ചേഞ്ച് ചെയ്ത് ഞാൻ പവർ കുറച്ച് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് 25 km/h താഴെ ആയിരിക്കണം. ഇപ്പോൾ വണ്ടി ഏകദേശം 30 കിലോമീറ്ററിൻ്റെ അത് കാണിക്കുന്നുണ്ട്. എങ്കിലും 25 km/h താഴെയാണ് നോർമൽ റൈഡിങ്ങിൽ വരുന്നത്. പിന്നെ ഉള്ളത് ARI അപ്രൂവ് ആണ്. അതെന്തായാലും നമ്മളെ കൊണ്ട് ഇപ്പോൾ പോസിബിൾ അല്ല. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മളിത് വണ്ടി റോഡ് ലീഗലല്ല എന്ന് തന്നെ പറയാം. ബാക്കി 3 ടേംസും നമ്മളത് ഇപ്പം നിലവിൽ പാലിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ബാക്കിയുള്ള അപ്ഡേഷനും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളെ ചേതക്ക് വീട്ടിലെത്തിയിട്ട് ഒരുപാട് നാളായി, അപ്രോക്സിമേറ്റ്ലി മാസങ്ങളായി എന്ന് തന്നെ പറയാൻ പറ്റും. എന്തായാലും സ്വിംഗ് ആമിൻ്റെ വർക്കും അതുപോലെ ബാറ്ററി ടാനിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യണം. ആൾറെഡി ചെയ്തിട്ടുള്ള വർക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തു. അതിന് 3 സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഒന്ന് പാച്ച് എടുത്തു. സെൻറ്റർ സ്റ്റാൻഡും സൈഡ് സ്റ്റാൻഡും ചെയ്തു. സൈഡ് സ്റ്റാൻഡ് കുറച്ച് സ്ട്രെങ്ത് ചെയ്തിട്ട് ഈ വരുന്ന മെയിൻ ഭാഗത്തു നിന്ന് തന്നെയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്തെടുത്തുള്ളത്. ഇത് ചേതക്കിന് വരുന്ന ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റാൻഡാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ശരിക്കും ഒരൊറ്റ ഹോളാണ് വരിക. നമ്മളെ ചേതക്കിൻ്റെ വയറിങ്ങിൻ്റെ ഇതെല്ലാം പുറത്തേക്ക് എടുക്കാനും അതുപോലെ തന്നെ ബ്രേക്ക് ലൈൻ വരുന്നതും ഈ ഒരു പോർഷനിലൂടെയാണ്. അതിനെ മാറ്റിയിട്ട് നമ്മൾ 2 ആക്കിയിട്ടുണ്ട്. ഇതൊരു പൈപ്പ് എക്സ്ട്രാ വെൽഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇങ്ങനെയാണ് നമ്മളുടെ സ്റ്റാൻഡ് വരുന്നത്. കണ്ടോ, ഇത് ചേതക്കിന് വരുന്ന ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റാൻഡ് തന്നെയാണ്. എങ്ങനെയാണ് എന്താണെന്നുള്ളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പിന്നെ നമ്മളുടെ സ്വിംഗ് ആം ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വിംഗ് ആമിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. സ്വിംഗ് ആമിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്ന് ചെരിഞ്ഞാണ് ഇരുന്നിരുന്ന ടയർ. അപ്പോൾ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി കൂടുതൽ കാണിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ളത് ഷോക്ക് അബ്സർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൗണ്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് സാധാരണ ചേതക്കിന് ഒരൊറ്റ ഷോക്ക് ആബ്സറാണ് വരിക. ഈ സൈഡിലായിട്ട് ഒരൊറ്റ ഷോക്ക് ആബ്സറാണ് വരിക. അപ്പോൾ ആൾറെഡി അതിനുള്ളൊരു ഭാഗം അവിടെ ഉണ്ട്. എന്നാൽ നമുക്കിതാ ഇപ്പുറത്തേക്ക് വേറൊരു ഷോക്ക് ആബ്സർ കൂടി വേണം. കാരണം ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സ്വിംഗ് ആം ഈ രീതിക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് സിംഗിളായിട്ട് ചെയ്യാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഡബിളായിട്ട് വരുന്നത് തന്നെ ചെയ്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഒറ്റ ആമുമ്മ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. എന്തായാലും അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കില്ല. പിന്നെ ബാറ്ററിക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ട്രേ തന്നെ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മുടെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഹാർഡ്വെയർ മോഡായിട്ടുള്ള ഏകദേശം 80% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി 20% നമുക്കിതിൽ ഇത് വയറിങ് ചെയ്യണതിനനുസരിച്ച് വേണം അൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ ഞാൻ കൺട്രോളർ ഇവിടെ വെച്ച് മോട്ടറിൽ നിന്നുള്ള ഈ ഒരു കണക്ഷൻ നേരെ എടുത്ത് കൺട്രോളറിലേക്ക് കൊടുത്തിട്ടുണ്ട്. വേറെ നിലവിൽ കണക്ഷനുകളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളെ ബാറ്ററി ഇവിടെ എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. ഇത്രയാണ് ഇതിലാകെ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മളുടെ വയറിങ് കിറ്റ് ഇവിടെ പീസായിട്ട് ഇരിക്കുകയാണ്. അതിനെ ഇനിയൊന്ന് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ആൾറെഡി ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ തന്നെ വയറിങ് കിറ്റ് ഞാൻ അതേപോലെ എടുക്കുക ചെയ്ത്. അതിൻ്റെ റീസൺ നമുക്ക് ഇതേപോലുള്ള കപ്ലറുകൾ കുറച്ച് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കൺട്രോളറിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൂടി ഞാൻ അതിൻ്റെ ഒപ്പം ചേർത്തെടുത്തിട്ടുണ്ട്.
കാരണം നിലവിൽ നമ്മളെ വണ്ടിക്ക് കീ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി അലാറും അതുപോലെ നമ്മളുടെ റിമോട്ടിൽ ഉള്ള വരുന്നത് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂസ്, അതുപോലെ DC to DC കൺവേർട്ടർ, ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് വരുന്നത്. ഇനി ബാക്കി ചെയ്യുന്നത് മുറയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ വയറിന് PCBs ആക്കി ഇട്ടിട്ടുള്ളത് ഈ ചേതക്കിൻ്റെ ഫ്രണ്ടിലൂടെ ഈ ഒരു 2 പോർഷനിലൂടെ മാത്രമേ നമുക്ക് ഈ വയറിങ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇതിലൂടെ കുറച്ച് കഷ്ടപ്പാടാണ്. അതിലൂടെ ഒരു കേബിളും പോകണം, പിന്നെ വയറിങ്ങും പോകണം. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് വയർ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് നമുക്കിതിനെ കുറച്ച് റിസ്ക് എടുത്തിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളെ വണ്ടി നിലവിൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. വലിയ വയറിംഗ് സെറ്റപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റിമോട്ടിലാണ്. ഓക്കെ, നിലവിൽ വണ്ടി പവർ ഓൺ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് പോയേക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, ഇന്നത്തെ EV പ്രൊജക്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രൊജക്റ്റിലേക്ക് ഇറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് നല്ല കാശ് പോകുന്ന ഏർപ്പാടാണ്. നിലവിൽ എൻ്റെ ഒരു നല്ല സംഖ്യ പൊട്ടിയതാണ്. അപ്പോൾ ഒന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം മുടക്കം കാശുണ്ടെങ്കിൽ മാത്രം ഈ പ്രൊജക്റ്റിലേക്ക് ഇറക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മളുടെ വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇപ്പോഴും ഇല്ല. കാരണം നമ്മളുടെ വണ്ടി ARI സർട്ടിഫൈഡ് ഒന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.